സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നമ്മളെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻഡിങ്ങിനെ പറ്റിയായിരിക്കും. ആദ്യത്തെ കുറേ അധികം മാച്ചുകളിൽ നമ്മൾ അറ്റാക്ക് ഫോക്കസ് ചെയ്ത് കളിച്ചു, കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തു, എല്ലാ മാച്ചിലും നമ്മൾ ഗോളുകൾ അടിച്ചിരുന്നു. പക്ഷേ ആ മാച്ചിലൊന്നും നമുക്ക് ആവശ്യമായിരുന്ന പോയിന്റ്സ് നമുക്ക് കിട്ടിയിരുന്നില്ല. ആൻഡ് ആ ഒരു ഫേസിൽ നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ലോങ് ടൂർണമെൻറ്റിൽ ഡിഫെൻഡിങ് അല്ലെങ്കിൽ ഡിഫൻസ്, നല്ലൊരു ഡിഫൻസ് ഉണ്ടാവുക, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡിഫൻസ് ഉണ്ടാവുക, അവിടെ മാക്സിമം നമ്പർ ഓഫ് ഗോളുകൾ കുറച്ച് മാത്രം വഴങ്ങുക. ആ ഒരു കാര്യത്തിന് ആ ഒരു ലോങ് ടൂർണമെൻറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. ആൻഡ് റീസെൻ്റ് ആയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചസ് നോക്കുകയാണെങ്കിൽ ഇതേ ഡിഫൻസ്, ഈ പറഞ്ഞ ഡിഫൻസിൽ വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും അവിടുത്തെ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസും കൊണ്ട് റീസെൻ്റ് ആയിട്ടുള്ള മാച്ചുകളിൽ ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റിനെതിരെ മാച്ചിൽ വിജയത്തോളം പോകുന്ന ഒരു സമനില തന്നെ. ആദ്യത്തെ ഹാഫിൻ്റെ പകുതി സമയവും സെക്കൻഡ് ഹാഫിൻ്റെ മുഴുവൻ സമയവും 10 പേരുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. പക്ഷേ എന്നിട്ട് പോലും ഒരു ഗോൾ പോലും ലീഗിലെ ടോപ്പ് സ്കോറേഴ്സും ഡേഞ്ചറസ് ആയിട്ടുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സും ഒക്കെയുള്ള നോർത്ത് ഈസ്റ്റിനെതിരെ ആ 90 മിനിറ്റ്സിലും ഇങ്ങോട്ടൊരു ഗോൾ വഴങ്ങാതെ ക്ലീൻ ഷീറ്റോട് കൂടി സമനില നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് ഡിഫെൻഡ് ചെയ്യാതെ അതിന് വിട്ട് അറ്റാക്കിലേക്ക് പോകുന്നൊരു രീതിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പോയിന്റ് പോലും നമുക്ക് ആ ഒരു സമയത്ത് കിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്ത് നിർണായക സമയത്ത് പോയിന്റ്സ് നഷ്ടപ്പെടുത്താതെ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മാച്ച് അവസാനിപ്പിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ആൻഡ് വന്നിട്ടുള്ള ഒരു പിഴവ്, വന്നിട്ടുള്ള ഒരു റെഡ് കാർഡ്, അത് ഒഴിവാക്കാൻ പറ്റുമായിരുന്ന അല്ലെങ്കിൽ കുറച്ച് അനാവശ്യമായിട്ട് വഴങ്ങിയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. ആൻഡ് മാച്ച് അവസാനിക്കുന്ന സിറ്റുവേഷനിൽ ആ സ്റ്റാറ്റുകളൊക്കെ നോക്കുമ്പോൾ 10 പേരുമായി കളിച്ചിട്ടുള്ള ഒരു ടീമിന് ഉണ്ടാവുന്ന സ്റ്റാറ്റുകളോ അവിടെ വരുന്ന നമ്പേഴ്സോ ഒന്നും അല്ല ബ്ലാസ്റ്റേഴ്സിനുള്ളത്. കൃത്യമായ ഇടവേളകളിൽ അങ്ങോട്ടേക്ക് ചെല്ലാനും ഒരു ഗോൾ നേടും എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. മത്സരം ഒരു തരത്തിലും ഒരു ഏകപക്ഷീയമായിട്ട് പോയിട്ടില്ല എന്നുള്ളതും ഈ ഒരു മാച്ചിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ 11 പേരുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ല, ഒരു 50% ഷുവറായിട്ട് വിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മാച്ച് മാറിയേനെ. അവിടെയാണ് നമ്മൾ 2 പോയിന്റ്സ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു പ്രശ്നം മാത്രമല്ല, ആ ഒരു കുറവ്, ആ ഒരു നിരാശ മാത്രമാണ് ഈ ഒരു മാച്ചിന് അവസാനമുള്ളത്. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാച്ചുകളിൽ കണ്ടിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് കൺഫേം ചെയ്ത് ഈ ഒരു മാച്ചിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, 11 പേരെ വെച്ച് തന്നെ കളിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ അവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എവിടേക്കോ നമ്മൾ ഇവാൻ്റെ സീസണിലേക്ക് അല്ലെങ്കിൽ ഇവാൻ്റെ ആ ഒരു ടാക്ടിക്സിൽ നിന്നും ഗെയിം സ്റ്റൈലിൽ നിന്നൊക്കെയുള്ള ഇൻസ്പിറേഷൻസ് ഈ ഒരു സീസൺസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കോച്ച്മാർ റീസെൻ്റ് ആയുള്ള മാച്ചസിൽ അത് കണ്ടെങ്കിലും ഈ മാച്ചിലും കൂടി അത് കണ്ടപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും 3 men ബിൽഡപ്പ്, നമ്മൾ ഈ പറഞ്ഞ ബിൽഡപ്പ് എന്ന സിറ്റുവേഷൻസിൽ ആ ഡിഫൻസീവ് മിഡ് ഇറങ്ങി വന്നിട്ട് ഒരു 3 men ഫോം ചെയ്ത് അങ്ങനെ വരുന്ന ബിൽഡപ്സ് ഒക്കെ നമ്മൾ ഈ മാച്ചിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂണെ ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ലൂണ കൊടുക്കുന്ന ഒരു ബോൾ ഉണ്ട്. അത്തരത്തിലുള്ള ബിൽഡപ്പ് പാറ്റേൺസ് ഒക്കെ നമ്മൾ ഇവാൻ്റെ സീസണിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അതിവിടെ ഈ പറഞ്ഞ പോലെ അവിടെ നിന്നൊരു ഇൻസ്പിറേഷൻ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ അത് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുന്നു, ആ ഒരു ഡോമിനേഷനിലേക്ക് പതിയെ വരുന്നു. നോർത്ത് ഈസ്റ്റ് വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല ആ സിറ്റുവേഷനിലും, അവരും ഈ പറഞ്ഞ പോലെ ഇപ്പുറത്തേക്ക് അറ്റാക്കായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് നമുക്കൊരു ഗോൾ ലീഡിലേക്ക് വരാൻ പറ്റും, ഇങ്ങോട്ട് വഴങ്ങിയാലും നമ്മൾ തിരിച്ചു വരും. ആ ലെവലിലേക്കാണ് ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു റെഡ് കാർഡ് ബ്ലാസ്റ്റേഴ്സിന് ഫോഴ്സ്ഫുള്ളി ഡിഫൻസ് കളിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ സെക്കൻഡ് ഹാഫിലും ചില സമയത്ത് കാണിക്കുന്ന സ്റ്റാറ്റുകളിൽ അവിടേക്ക് ബ്ലാസ്റ്റേഴ്സിന് അറ്റാക്കിംഗ് വൈസ് ഒരു 0 എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തുന്നില്ല. കിട്ടുന്ന അവസരങ്ങളിൽ നോവയും പെപ്രയും ലൂണയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്, അറ്റാക്കിംഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫൈറ്റ് അവിടെ ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം നമുക്ക് മെയിനായിട്ട് സംസാരിക്കാനുള്ളത് ഇൻഡിവിജ്വലി പ്ലേയേഴ്സിന് വന്നിട്ടുള്ള പെർഫോമൻസിനെ പറ്റിയാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്ന പേര് കോറൂസിങ്ങിൻ്റെതാണ്. ആ ഒരു പ്ലെയർ ശരിക്കും ഒരു റിയൽ ടാലൻ്റ് ആണ്. നമ്മൾ പ്രായം കൊണ്ട് വളരെ വളരെ യങ് ആയുള്ള ഒരു പ്ലെയർ ആണെങ്കിലും ആ പ്ലെയർ കാണിക്കുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്. നമ്മളെപ്പോഴും അദ്ദേഹത്തെ പറ്റി പറയുന്ന കാര്യമാണ്, സിമ്പിളായിട്ട് കളിക്കുന്നു. പക്ഷേ ഇവിടെ അതിനൊരു ആഡഡ് റെസ്പോൺസിബിലിറ്റി കൂടി കൊടുത്തിരുന്നു. റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹത്തെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡിഫൻസീവ് ഡ്യൂട്ടീസ് ഒക്കെ എടുത്ത് ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ആണെങ്കിലും എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും വലിയ രീതിയിലൊന്നും ഇല്ലാത്തൊരു പ്ലെയറിന് ആ ഒരു പോസിഷൻ കൊടുക്കുമ്പോൾ ആ ഒരു പ്ലെയറിന് ഉണ്ടായേക്കാവുന്ന സ്ട്രഗിളുകൾ, ആ ഒരു പ്ലെയർ വരുത്താൻ പറ്റുന്ന മിസ്സുകൾ, എറേഴ്സ്, ഇതൊന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല. ആ സിറ്റുവേഷൻ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ 90 മിനിറ്റ്സും അദ്ദേഹം ആ ഒരു പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു 11 പേര് അവൈലബിൾ ആയിരുന്ന സിറ്റുവേഷൻസിലുള്ള അതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയണം. സ്റ്റാറ്റ് അവസാനം എടുത്ത് നോക്കുമ്പോൾ ഓപ്പണന്റ് ഹാഫിലേക്കുള്ള എൻട്രീസ്, അവിടെ വരുന്ന പാസുകൾ, അവിടെയൊക്കെ കോറൂസിങ് നന്നായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ മാച്ച് തൊട്ട് നമ്മൾ നോവയും ലെഫ്റ്റ് വിങ്ങിനെയും ആശ്രയിക്കുന്ന ആ ഒരു കാര്യത്തിന് കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് കോറൂസിങ്ങിനെയും കൃത്യമായ രീതിയിൽ യൂസ് ചെയ്യുന്ന ഗെയിം സ്റ്റൈലിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത് തന്നെയാണ് ഈ ഒരു മാച്ചിൻ്റെ തുടക്കത്തിൽ കണ്ടത്. ആൻഡ് മാച്ച് അവസാനിക്കുമ്പോൾ സ്റ്റാറ്റുകളിൽ അറ്റാക്കിംഗ് സൈഡിലുള്ള അതിൻ്റെ നമ്പേഴ്സ് ഒക്കെ വന്നിട്ടുള്ളതും 11 പ്ലേയേഴ്സ് അവൈലബിൾ ആയിരുന്ന സിറ്റുവേഷൻസിലാണ്. സോ അവിടെ അദ്ദേഹം നല്ല ഡീസൻ്റ് ആയിട്ട് കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ റെഡ് കാർഡ് കിട്ടി ബ്ലാസ്റ്റേഴ്സ് 10 പേരുമായിട്ട് ചുരുങ്ങുന്നത്. പക്ഷേ ഇവിടെ അതിന് കൊടുക്കുന്ന ഒരു റൈറ്റ് ബാക്ക് റെസ്പോൺസിബിലിറ്റി, അവിടെ ഡിഫെൻസീവ്ലി എല്ലാവരെയും ഷീൽഡ് ചെയ്ത് ബോഡി ഇട്ട് അങ്ങനെ ഒരു സംഭവം അല്ല അതും ചെയ്യുന്നത്. കൃത്യമായ പോസിഷനിങ് എടുത്ത് പന്ത് ക്ലിയർ ചെയ്യുന്നു. ഇവിടെയും കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അറ്റാക്കിൽ അദ്ദേഹം സിമ്പിളായിട്ട് കളിക്കുന്നത് പോലെ തന്നെ ഡിഫൻസിലും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഒരുപാട് ഈ പറഞ്ഞ ഓടി എനർജി വേസ്റ്റ് ചെയ്തിട്ടില്ല, ഒരുപാട് പ്ലേയേഴ്സിനെ ഫിസിക്കലി ബീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല.
കൃത്യമായ പോസിഷൻ എടുക്കുന്നു, അങ്ങോട്ട് വരുന്ന പന്തുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, പന്ത് ഈ പറഞ്ഞ പോലെ ലൈൻ കീപ്പ് ചെയ്ത് ഒരു പ്ലെയറിലേക്ക് വരുന്ന പാസിംഗ് ഓപ്ഷൻ ഇന്റർസെപ്റ്റ് ചെയ്ത് ആ പന്തെടുത്ത് അപ്പുറത്തേക്ക് അറ്റാക്കിലേക്ക് കൊണ്ടുപോകുന്നു. വളരെ സിമ്പിളാണ്, കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. സോ ഈ പറഞ്ഞ സിമ്പിളായുള്ള കാര്യം നമ്മുടെ പല റൈറ്റ് ബാക്ക് പ്ലേയേഴ്സിനും സാധിച്ചിട്ടില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ കോറോ സിംഗ് കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. കാരണം അദ്ദേഹത്തെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ബാക്ക് ഇറക്കാൻ ഇനി ആരുമില്ല. സോ അവിടെ അദ്ദേഹം കളിച്ചേ പറ്റും. ഫോഴ്സ്ഫുള്ളി അദ്ദേഹത്തെ കളിപ്പിച്ചത് കൂടി ആയിരിക്കാം റൈറ്റ് ബാക്ക് ആയിട്ട്. പക്ഷേ ആ പൊസിഷൻ കിട്ടിയ ഉത്തരവാദിത്തം കിട്ടിയിട്ടുള്ള ആ ഒരു ജോലി വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിന് ഈ മാച്ചിൽ ആ ഒരു ഹീറോ ഓഫ് ദ മാച്ചും കിട്ടിയിട്ടുള്ളത്. സോ കോറോ സിംഗ് തീർച്ചയായിട്ടും കീപ്പ് ചെയ്യേണ്ട വളരെ വലിയൊരു ടാലൻ്റായിട്ട് തോന്നുന്നുണ്ട് തന്നെ. എന്തായാലും ഓവർ ഹൈപ്പും ഹോപ്പൊന്നും കൊടുക്കുന്നില്ല. ഈ ഒരു ലെവലിൽ തന്നെ അദ്ദേഹം കളിച്ച് ഈ പറഞ്ഞ പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ മുന്നോട്ട് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആൻഡ് ഫുൾ ബാക്സിനെ പറ്റി പറയുമ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുള്ള സന്ദീപിനെ പറ്റി പറയണം. കാരണം റീസെൻ്റ് ആയുള്ള പെർഫോമൻസ് ഒക്കെ സന്ദീപിൻ്റെ വളരെ ശോകമായിരുന്നു. ആൻഡ് റൈറ്റ് ബാക്ക് പോസ്റ്റിൽ ഡിഫൻസീവിലാണെങ്കിലും ഒഫൻസീവിലാണെങ്കിലും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫസ്റ്റ് ലെവലിൽ എനിക്ക് എവിടെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ റൈറ്റ് ബാക്കായിട്ട് ഈബാൻ വന്നിട്ട് അത്യാവശ്യം കളിക്കുന്നുണ്ടായിരുന്നു. സോ റൈറ്റ് ബാക്കിൽ ഈബാനെ കളിപ്പിച്ചിട്ട് സന്ദീപിനെ ലെഫ്റ്റ് ബാക്കിൽ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ രീതിയിൽ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. റെഡ് കാർഡ് കിട്ടി ഈവാൻ പോയതിനു ശേഷം നമ്മൾ ലെഫ്റ്റ് ബാക്കായിട്ട് സന്ദീപിനാണ് കണ്ടത്. അവിടെ കുറച്ചുകൂടി അറ്റാക്കിൽ ഒരുപാടൊന്നും മുന്നോട്ട് കയറി വരാത്ത, ഡിഫൻസീവിൽ കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നിന്നിട്ട് ബ്ലോക്സും ഇന്റർസെപ്ഷനും ഷോട്ടുകൾ ഈ പറഞ്ഞ പോലെ കവർ ചെയ്യുന്ന ആ രീതിയിലാണ് നമ്മൾ കൂടുതൽ സന്ദീപിനെ കണ്ടത്. അവിടെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം കാണുന്ന സന്ദീപിൻ്റെ എറേഴ്സ് ഒന്നും ഇല്ലാതെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. സന്ദീപ് വൺസ് ഒരു സെൻറ്റർ ബാക്ക് ആയിരുന്നു. സോ ആ ഒരു സെൻറ്റർ ബാക്കിൻ്റെതായിട്ടുള്ള ആ ഒരു പൊസിഷനിങ് ആണെങ്കിലും അവിടെ വരുന്ന അതിൻ്റെ ഒരു ഡിഫൻസീവിൽ കൂടുതൽ അറ്റാക്കിലേക്ക് പോവേ വേണ്ടാന്ന് ചിലപ്പോൾ കോച്ച് പറഞ്ഞിട്ടുണ്ടാവും. സോ ഡിഫൻസീവിൽ അതിൻ്റെ ആ ഒരു കഴിവുകൾ, ആ ഒരു ടാലൻറ്റ് അത് നന്നായിട്ടൊരു മാച്ചിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റൈറ്റ് വിങ്ങിൽ പലപ്പോഴും ജിതിനും അജാരയൊക്കെ മാറി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് കൊണ്ടും ഇന്റർസെപ്ഷൻസ് കൊണ്ടും ഏരിയൽ ഡുവൽസ് വിൻ ചെയ്തുകൊണ്ടൊക്കെ സന്ദീപ് സിംഗ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡിഫൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ രണ്ട് സെൻറ്റർ ബാക്ക് മിലോസും ഹോർമിയും ഏരിയൽ ബോൾസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബോക്സിനകത്തേക്ക് വരുന്ന ഷോട്ടുകൾ, അവിടെ എല്ലാം ഈ പറഞ്ഞ നമ്മുടെ രണ്ട് സെൻറ്റർ ബാക്കും മുന്നോട്ട് തന്നെ വന്നിട്ടുണ്ട്. അവരുടെ പെർഫോമൻസും ഈ ഒരു മാച്ചിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മിലോസ് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആയ ഒരു പോസിഷൻ ഡിഫെൻഡ് ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു 100% കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. ഈ ബാക്കിൽ ഒരുപാട് സ്പേസ് ഒന്ന് ഓടിയെടുക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യും. പക്ഷേ സ്റ്റേബിളായിട്ട് ഇറക്കിയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിർത്തിയിട്ട പോസ്റ്റിന് അതിനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് അദ്ദേഹം മാക്സിമം അതിൻ്റെ ബോഡിയും എല്ലാം യൂസ് ചെയ്തിട്ട് മാക്സിമം ടീമിന് വേണ്ടി പെർഫോം ചെയ്യും. സോ അത് തന്നെയാണ് മിലോസി ഒരു മാച്ചിൽ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ പൊസിഷനിങ്, അതിൻ്റെ ബ്ലോക്കുകൾ, എക്സ്ട്രാ അദ്ദേഹം എടുക്കുന്ന ആ ഒരു വർക്ക് റേറ്റ്, അതെല്ലാം ഈ ഒരു മാച്ചിൽ ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഹോർമിയും അതുപോലെ തന്നെ. ഹോർമിയും ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഇടാൻ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈപ്പ് ഓഫ് ആക്റ്റുകൾ പെർഫോം ചെയ്യാൻ അദ്ദേഹം വളരെ മിടുക്കനാണ്. പക്ഷേ ഇടയ്ക്ക് ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഡിഫൻസീവ്ലി ഈ പറഞ്ഞ പോലെ ആ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാമായിട്ട് തന്നെയാണ് കളിച്ചത്. നമ്മൾ സാധാരണഗതിയിൽ ഈ ബോളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ലോങ് റേഞ്ച് ഷോട്ട് ആകാശത്തേക്ക് അടിച്ചളയുന്ന ഒരു സാധനം കാണാറുണ്ട്. പക്ഷേ അതൊന്നും ഈ ഒരു മാച്ചിൽ കണ്ടില്ല. കുറച്ചുകൂടി നീറ്റായിട്ട്, കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ട് ഹോർമിയും കളിച്ചിട്ടുണ്ട്. സോ ബാക്ക്ലൈൻ്റെ പെർഫോമൻസ് ഒരു മാച്ചിൽ വലിയ രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ബാക്ക്ലൈനെ പറ്റി പറയുമ്പോൾ ഇവിടെ സന്ദീപിനെ പറ്റി പറയുന്ന പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളാണ് സച്ചിൻ സുരേഷ്. സന്ദീപിനെ പോലെ തന്നെ റീസെൻ്റ് ആയിട്ട് കുറേ അധികം വിമർശനങ്ങളും കുറേ അധികം മോശം ഡിസിഷൻസും എറേഴ്സും വരുത്തുന്ന ഒരു പ്ലെയറാണ്. ആൻഡ് ഈ മാച്ചിലൊരു 100% പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഇടങ്ങളിൽ നോർത്ത് ഈസ്റ്റ് ഒന്ന് മുതലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഷോട്ടുകൾ കയ്യിൽ നിന്ന് വഴുതി മുന്നോട്ട് വീഴുന്നതും, അല്ലെങ്കിൽ കുറച്ച് പവർഫുൾ ഷോട്ട് എടുക്കുമ്പോൾ അത് ഫസ്റ്റ് ചാൻസിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്തതും, അങ്ങനെയുള്ള ചില എറേഴ്സ് വന്നിരുന്നു. പക്ഷേ അത് നന്നായിട്ട് റിക്കവർ ചെയ്തു. ആൻഡ് സാധാരണ കാണുന്ന ഈ പറഞ്ഞ പോലെ എറേഴ്സ് വന്നിട്ടില്ല. ആൻഡ് കുറേയൊക്കെ ഈ പറഞ്ഞ ഡേഞ്ചർ സിറ്റുവേഷൻസ് ഒഴിവാക്കാനും സാധിച്ചിട്ടുണ്ട്. ആൻഡ് സച്ചിൻ സുരേഷ് ഒരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു മാച്ചിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. റീസെൻ്റ് ആയുള്ള അതിൻ്റെ പെർഫോമൻസും എറേഴ്സും കമ്പയർ ചെയ്യുമ്പോൾ സോ ഇവിടെ നമ്മുടെ ഗോൾ കീപ്പിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, ആ ഒരു കൺസേൺസ് പൂർണ്ണമായിട്ട് മാറി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ഈ മാച്ചിൽ എന്താണോ വേണ്ടത് ആ ക്ലീൻ ഷീറ്റ് അത് അദ്ദേഹം നേടിത്തരുന്നുണ്ട്. സോ ബാക്ക് ലൈൻ പ്ലസ് ഗോൾ കീപ്പർ ഈ ഒരു മാച്ചിൽ അവർ ചെയ്തിട്ടുള്ള സേവനം അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു പോയിന്റ് നേടിത്തരുന്നതിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വർക്ക് റേറ്റിനൊക്കെ പറ്റി പറയുമ്പോൾ ഈ ഒരു മാച്ച് നമ്മൾ ഒരു കാരണവശാലും മിസ്സാക്കാൻ പറ്റാത്തൊരു പ്ലെയറാണ് ലൂണ. സെക്കൻഡ് ഹാഫിൻ്റെ പകുതി ആകുമ്പോഴേക്കും ഒരു ഹീറ്റ് മാപ്പ് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഴയ ലൂണയുണ്ട്, ഗ്രൗണ്ടിൽ എല്ലായിടത്തും കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ലൂണ. ആ സംഭവം നമ്മൾ ഈ ഒരു മാച്ചിൽ കണ്ടു. ആൻഡ് എവിടെയൊക്കെയോ നമ്മൾ ചില ഫ്രീ കിക്സ്, അതിൻ്റെ ചില ഷോട്ടുകൾ കാണുമ്പോഴും ചില ഫ്ലിക്കിംഗ് പാസുകൾ, വൺ ടച്ച് പാസുകൾ, ഈ 11 പേരുണ്ടായിരുന്ന സമയത്തുള്ള അതിൻ്റെ ചില അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ്, 10 പേര് അതിന് ശേഷമുള്ള അതിന് ഡിഫൻസീവിൽ ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു വർക്ക് റേറ്റ് എടുക്കുന്നത്, അവിടെയൊക്കെ നമ്മൾ എവിടെയോ മിസ്സായി പോയിരുന്ന ലൂണയുടെ ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ ആ ഒരു സാധനമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ലൂണയ്ക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട്. അദ്ദേഹം സ്ഥിരം ചെയ്യുന്ന, പണ്ട് ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ പതിയെ വെളിയിലേക്ക് വരുന്നുണ്ട്. സോ ലൂണ അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ്, കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹം ഈ ഒരു ടീമിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു കാരണവശാലും നമുക്ക് മറക്കാൻ പറ്റില്ല. ആൻഡ് അദ്ദേഹത്തിൻ്റെ പേരും ഈ ഒരു മാച്ചിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു പെർഫോമൻസ് ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് പെപ്ര 9 പേര് വെച്ച് കളിച്ച മാച്ചിലാണെങ്കിലും ആ മാച്ചിൽ വിജയം നേടിയപ്പോഴാണെങ്കിലും ഡിഫൻസീവിൽ കളിക്കുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും പെപ്രയെ നമ്മൾ മിസ്സായി പോയിട്ടുണ്ട് പറയാൻ. പക്ഷേ ഈ മാച്ചിൽ പല സമയത്തും പലരും വിചാരിച്ചിട്ടുണ്ടാവും പെപ്രയെ മാറ്റി ഹേസൂസിനെ ഇറക്കണം, പെപ്രയെ മാറ്റി പറഞ്ഞ പോലെ പുതിയ പ്ലെയർ ലാഗറ്റോറിനെ ഇറക്കണം. പക്ഷേ
പെപ്പറെ മാറ്റാതെ നിർത്തുന്നതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്നുള്ളത് കളി കൃത്യമായി കണ്ടുള്ളവർക്കറിയാം. പെപ്പർ കൊടുക്കുന്ന ഒരു ഡിഫൻസീവ് സപ്പോർട്ട് ഉണ്ട്, അത് വേറൊരു സ്ട്രൈക്കറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മുടെ നിലവിലുള്ള. ജെസൂസിന് അതിൻ്റെതായിട്ടുള്ള കഴിവുണ്ട്, ടാലൻസ് ഉണ്ട്, ഫിനിഷിംഗ് എബിലിറ്റി ഉണ്ട്. പക്ഷേ പെപ്പർ എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹം ഡിഫൻസീവിൽ കൊടുക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ്, അവിടെ വരുന്ന ഇത്തരം സിറ്റുവേഷൻസിൽ അദ്ദേഹത്തിൻ്റെ സേവനം തീർച്ചയായിട്ടും ഗ്രൗണ്ടിൽ വേണം. ഒരു ഹൈ ഏരിയൽ ബോൾ വരുമ്പോഴാണെങ്കിലും ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഒരു കട്ട് ബാക്ക് അദ്ദേഹം സേവ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എഫേർട്ടൊക്കെ പെപ്പറേ എടുക്കുള്ളൂ. സോ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ഒരു മാച്ചിൽ ഹെസൂസ് അവൈലബിൾ ആയിട്ട് മാച്ച് ഫിറ്റ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. പക്ഷെ എന്നാലും പെപ്പറെ മാറ്റാതിരിക്കാനുള്ള മെയിൻ കാരണം അതായിരിക്കും. സോ ഡിഫൻസീവിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവിടെ വന്ന ഒരു സ്ട്രൈക്കറിൻ്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ പ്ലെയറിനെ പോലെയാണ് നമുക്ക് പല സമയത്തും ഈ ഒരു ഡിഫൻസിൽ ഫീൽ ചെയ്യുന്നത്. സോ അത് ഈ ഒരു മാച്ചിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഡിഫൻസിലേക്ക് ലിമിറ്റ് ചെയ്യപ്പെടുന്നില്ല. ഒഫൻസീവ്ലി വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റോ ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സോ ഒന്നും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമുക്ക് പന്ത് കാര്യമായിട്ട് കിട്ടാത്ത 50-50 സിറ്റുവേഷൻസിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒഫൻസിലും നമുക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഗോൾ കിക്ക് എടുക്കുന്ന സമയത്ത് ഗോൾ കിക്ക് എല്ലാം പെപ്രയിലേക്ക് ഡയറക്റ്റ് ആണ്. പെപ്ര ആണ് ആ ഒരു പന്ത് ഫസ്റ്റ് ടച്ച് എടുക്കുന്നത്. ചില സിറ്റുവേഷൻസിൽ സെക്കൻഡ് ടച്ച് നമ്മുടെയിലേക്ക് എത്തുന്നുണ്ട്. സോ ആ സിറ്റുവേഷൻസിലൊക്കെ പെപ്രയുടെ ആ ഒരു സ്ട്രെങ്ത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഫാക്ടർ, അതെല്ലാം ഈ സിറ്റുവേഷനിൽ ഈ ഒരു മാച്ചിൽ നമുക്ക് അത്യാവശ്യമായിരുന്നു. 90 മിനിറ്റ്സും സോ പെപ്രയെ 90 മിനിറ്റ്സും കളിപ്പിച്ചത് ഒരു നല്ല ഡിസിഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഈ മാച്ചിൽ ഡിഫൻസീവ് മിഡായിട്ട് കളിച്ച വിപിൻ ആൻഡ് ഫ്രെഡ്, ഇവരിൽ വിപിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിപിൻ ആ ഒരു പരിക്ക് മാറി വരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം ഒരു കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെ അദ്ദേഹം ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ ചില പാസുകളൊക്കെ വെയിറ്റ് കുറഞ്ഞും കൂടിയും പോകുന്നു. അദ്ദേഹത്തിൻ്റെ എവിടേക്കോ നമ്മൾ സാധാരണ കാണുന്ന ഒരു ഫ്രീ ഫ്ലോയിങ് വിപിൻ, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഫ്ലോയിൽ കളിക്കുന്ന വിപിൻ, ആ ഒരു വിപിനെ ഈ ഒരു മാച്ചിൽ കണ്ടിട്ടില്ല. അതിൻ്റെ ഫിറ്റ്നസ് പരമായുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചുറി മാറി ഒന്ന് സെറ്റായി വരാത്തതോ ആയിരിക്കാം പ്രശ്നം. പക്ഷേ എന്നിട്ടും സ്റ്റാറ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ 80% ആക്യുറസി ഉണ്ട്. ഈ പറഞ്ഞ ബോൾസ് വിൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ വിപിന് ഓക്കെയാണ്. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന വിപിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് മാച്ചിൽ വന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സെക്കൻഡ് ഹാഫിൽ പെട്ടെന്ന് വിപിനെ മാറ്റി ദാനിഷ് ഫാറൂഖിനെ ഇറക്കിയത്. ദാനിഷ് ഫാറൂഖ് ഈ പറഞ്ഞ പോലെ അവിടെയും ഇവരുടെ ആവശ്യമായിട്ടുള്ള പ്ലേയേഴ്സിനെ തന്നെയാണ് ഈ സിറ്റുവേഷൻസിൽ ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഡിഫൻസീവ്ലി ആ ഒരു എക്സ്ട്രാ എലമെൻറ്റ്, നമ്മളൊരു ഗോള് അത് അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും അദ്ദേഹം സേവ് ചെയ്ത് നമ്മളെ ഗോളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ആൻഡ് ചില സിറ്റുവേഷൻസിൽ അദ്ദേഹത്തിൻ്റെ ടാക്കിൾസ്, പിന്നെ പാസിങ് എപ്പോഴും ഒരു പ്രശ്നമാണ്. അത് ഈ മാച്ചിലും ഒരു മിസ് പാസ്, ഒരു നല്ല മിസ് പാസൊക്കെ ഉണ്ടായിരുന്നു. സോ ദാനിഷ് ഫാറൂഖും ഈ പറഞ്ഞ പോലെ വിപിനെ പകരമായിട്ട് വന്ന് കുറച്ചുകൂടി ഡിഫൻസീവ്ലി കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി പറയുമ്പോൾ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തോക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു മാച്ചാണ്. നമുക്കൊരു പോയിന്റിലേക്ക് മാറുന്നതും ഒരു ക്ലീൻ ഷീറ്റ് നേടി ആ ഒരു പ്ലേയേഴ്സിനൊരു കോൺഫിഡൻസ് നൽകുന്ന രീതിയിൽ മാച്ച് അവസാനിപ്പിക്കാനാണ് നമുക്ക് സാധിച്ചത്. കഴിഞ്ഞ മാച്ചിൽ നിന്നും വളരെ കുറച്ച് ഇടവേളയെ ഈ ഒരു മാച്ചിൽ കിട്ടിയിട്ടുള്ളൂ. റീസെൻ്റ് ആയിട്ട് മുൻപൊക്കെ ഇങ്ങനെയുള്ള ഷോർട്ട് ഷെഡ്യൂളിൽ ബ്ലാസ്റ്റേഴ്സിന് മാച്ച് വരുമ്പോൾ പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസും വളരെയധികം ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മാച്ചിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസ്, കാരണം 10 പേരുമായിട്ട് കളിച്ച സിറ്റുവേഷൻസിൽ പ്ലേയേഴ്സ് വലിയ രീതിയിൽ ഡൗൺ ആവുന്നതൊന്നും ഫീൽ ചെയ്തില്ല. പ്ലേയേഴ്സ് ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് പെട്ടെന്ന് കളിക്കുന്നു, പെട്ടെന്ന് മാച്ച് കളിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം പ്ലേയേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജിൽ അധികമായിട്ട് നമ്മൾ സാധാരണ റീസെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കണ്ടതുപോലെ ഈ ഒരു മാച്ചിൽ കണ്ടില്ല. സോ അതും ഒരു പോസിറ്റീവാണ്. ഇനിയുള്ള മാച്ച് തീർച്ചയായിട്ടും വളരെയധികം ക്രൂഷ്യലാണ്. എന്തായാലും ഇതേ ഒരു പോസിറ്റീവ് റിസൾട്ട് മെൻറ്റാലിറ്റി അത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നു പ്രതീക്ഷിക്കാം. സോ ഈ മാച്ചിൽ ഇതല്ലാതെ വിട്ടുപോയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.